ഹലോ, അസ്സലാമലൈക്കും. അപ്പം നമ്മൾ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു ഉമ്മയും മോളും എന്നുള്ള ചാനലിൽ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പരാതി പറയണമുണ്ട്. അപ്പം നമ്മൾ ആ പരാതിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിന്ന് ശംഖുപുഷ്പം കൊണ്ട് ഫേസ് വാഷ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ ഒരുപാട് ശംഖുപുഷ്പം, അത് നിങ്ങൾ ഷോർട്ട് വീഡിയോസൊക്കെ കാണുന്നുണ്ടാവും, ഒരുപാട് ശംഖുപുഷ്പം നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ശേഖരിച്ചിട്ട് വെച്ചിട്ട് അത് ഒരുമിച്ചിട്ട് നമ്മളത് ഉണക്കി പൊടിച്ച് എടുത്ത പൊടിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ നിങ്ങൾക്ക് പൊടി, അതുപോലെ തന്നെ ഇതിൻ്റെ വിത്ത്, അതുപോലെ ശംഖുപുഷ്പം അങ്ങനെയുള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് ഇവിടുന്ന് കൊറിയറാണെങ്കിൽ അങ്ങനെ അയച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അത് നാശാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതൊരു കണ്ടെയ്നറിലാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോണത് ഫേസ് വാഷാണ് കേട്ടോ. അപ്പോൾ ഈ അളവ് പാത്രത്തിൽ ഇത് 50 ml അളവ് പാത്രമാണ്. അപ്പോൾ അതിൽ 100 ml ആണ് നമ്മൾ ഫേസ് വാഷിൻ്റെ ബേസ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫേസ് വാഷ് ബേസ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ 100 ml ആണ് ഞാൻ ഫേസ് വാഷിൻ്റെ ബേസ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇനി നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ള ശംഖുപുഷ്പത്തിൻ്റെ പൊടിയാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫേസ് വാഷിൻ്റെ ബേസ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുത്താലാണ് അതൊരു കുഴമ്പ് രൂപത്തിലായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുക, ശംഖുപുഷ്പത്തിൻ്റെ പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കളറ് കുറവാണ് എന്ന് കണ്ടാൽ കുറച്ചും കൂടെ നമുക്കൊരു വിചാരിച്ച പോലത്തെ കളറ് കിട്ടുന്ന രീതിയിൽ ആവുന്ന വരെ കുറച്ചും കൂടെ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് കളറ് കുറച്ചൊരു കുറവ് പോലെ തോന്നിയപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുത്ത്. അപ്പോൾ കളറിനനുസരിച്ചിട്ട് നിങ്ങളും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. മിക്സിങ്ങിലാണ് അത് ശരിയാവുള്ളൂ. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ചൊരു ലൂസും എന്നാലും കുറച്ചൊരു കട്ടി അങ്ങനത്തെ രീതിയിലായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ കണ്ട. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ശംഖുപുഷ്പത്തിൻ്റെ ഒക്കെ ഒരു കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മണത്തിന് വേണ്ടിയിട്ട് ശംഖുപുഷ്പത്തിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ല വേറെ ഏതാണോ വെച്ചെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ തുളസി, നീം അതിൻ്റെ ഒക്കെ ഒരു ഫ്രാഗ്രൻസ് ഓയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കുറച്ചായിട്ടാണ് വേണ്ടുള്ളൂ, കൂടുതൽ ആവശ്യം വരുന്നില്ല. കാരണം കുറച്ചൊഴിച്ചാൽ തന്നെ അത്യാവശ്യം മണം കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ കണ്ട ഈ ഒരു രൂപമാണ് നമുക്ക് ആവേണ്ടത്. ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് ആ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ 100 ml ഒരു പാത്രത്തിലോട്ടാണ് ഞാൻ നിങ്ങൾക്കിത് ഒഴിച്ച് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു 110 ml ആണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ഡെയിലി ഇതുകൊണ്ട് മുഖം കഴുകിക്കഴിഞ്ഞാൽ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ, അതുപോലെ തന്നെ നല്ലൊരു കളറൊക്കെ വെക്കും നമുക്ക് ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ഫേസ് വാഷ് വെച്ചിട്ട് മുഖം കഴുകിക്കഴിഞ്ഞാൽ. മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ, അതുപോലെ തന്നെ കണ്ണിനടിയിലുള്ള കറുപ്പ്, അതൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളോട് പറയണത്. ഡെയിലി യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റായിട്ട് അറിയിക്കുക. എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കിത് കൊറിയർ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബായ്.